എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? അല്ല, ഞാൻ ആദ്യം ഇവിടെ സംസാരിക്കട്ടെ, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു. എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? അല്ല, ഇപ്പൊ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാത്തത്. തെറ്റാണോ? അത്രേ ഉള്ളൂ. ഇത് നിരാഹാരത്തിലേക്ക് പോകുന്നു, മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ട് കാണണമെന്ന് തീരുമാനിച്ചു. അപ്പോയിന്റ്മെന്റ് എടുക്കും. അല്ല, എപ്പോ എടുക്കണമായിരുന്നു? എടുക്കുമല്ലോ. അപ്പൊ അല്ല, ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അത് വിശ്വസിച്ചാൽ മതി. അല്ല, നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാത്ത ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാത്തത്. തെറ്റാണോ? പ്രതിരോധത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി കല്ലുവെച്ച പച്ച കള്ളം സഭയിൽ പറയുക, സഭയ്ക്ക് പുറത്തും പറയുക. ഇതാണല്ലോ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. സത്യത്തിൽ അവർ ക്യൂബൻ ഡെലിഗേഷനുമായി ആശയവിനിമയം നടത്താൻ, ചർച്ച നടത്താൻ വളരെ മാസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച പരിപാടി അനുസരിച്ചാണ് ഡൽഹിയിൽ വന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്നതിന് മുമ്പ് മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സുവമോട്ടോ വിളിച്ചു പറഞ്ഞു. മാധ്യമങ്ങൾക്ക് എന്തും പറയല്ലോ. കേരളത്തിലെ ചില മാധ്യമം, ഞാൻ ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? ഡൽഹിയില് വ്യാജ വാർത്താക്കുറിപ്പ് കൊടുത്തതിനെ കുറിച്ച് അവരെന്നെ ഓർമ്മിച്ചു. ഞാനത് പറഞ്ഞു. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ 2000 LDFന്റെ വാർത്ത സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അങ്ങ് വായിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ എന്നെ നിങ്ങൾ കാത്തുന്നത് എന്താണ്? എപ്പോഴാണ് ഞാൻ അപ്പോയിന്റ്മെന്റിന് കത്ത് കൊടുത്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറിനോട് അങ്ങനെയാണ് ചോദിച്ചത്. അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം